പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. അന്യതാ ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഒന്നാകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാലികളെയും ശ്രദ്ധിക്കരുതെന്നുള്ള പ്രസംഗത്തിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്തോത്രം. നമ്മളിവിടെ വായിച്ചു കേട്ടല്ലോ. എന്താ വായിച്ചത്? മൂത്തവരെ ഭത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. ഒരു ഭാഷ സഭയെ ചെയ്യേണ്ടത് ഇതാണ്. ഞാനവിടെ നിൽക്കുന്നില്ല, പെട്ടെന്ന് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. അടുത്ത് 5:17 വാക്യം വായിക്കുന്നു. എല്ലാം വായിക്കുന്നില്ല, ചില സെലക്റ്റഡ് ആയിട്ടുള്ള ചില വാക്യങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. 5:17 എന്താ ഇരിക്കുന്നത്? നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. വലിയ മാനമൊന്നും കൊടുത്തില്ലെങ്കിൽ അവർ ചീത്ത പറയുന്ന നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ. സ്വത്രം. ഇന്നത്തെ മൂപ്പന്മാർ നന്നായിട്ടല്ല ഭരിക്കുന്നത്. മൂപ്പൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന് പൗലൂസ് പറഞ്ഞ ഉപദേശം തട്ടിക്കളഞ്ഞുകൊണ്ട് അവർ വിവാഹം കഴിക്കാതിരിക്കുക. ഞാൻ ആ ഭാഗത്തേക്ക് സ്പർശിച്ചില്ല. 1 തീമോഥെയോസ് 4-ാം അധ്യായത്തിൽ എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുന്നു. പൗലൂസ് പല ഭാഗങ്ങളിൽ ശുശ്രൂഷകൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന് പുതിയ നിയമസഭയെക്കുറിച്ച് ശക്തമായി പറയുന്നുണ്ട്. പഴയ നിയമത്തിലും പുരോഹിതന്മാർ ഭാര്യയുള്ളവരായിരിക്കണം. വല്ലവരും കെട്ടിയ ഭാര്യ ഉപേക്ഷിച്ച് കളഞ്ഞവളെ പോയി കെട്ടാനല്ല പറയുന്നേ. സ്തോത്രം. കന്യകയായ പെണ്ണിനെ ഭാര്യയായിട്ട് എടുക്കണം. സ്തോത്രം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിവാഹത്തിന് യാതൊരു വിലക്കും സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നില്ല. മനുഷ്യരാകുന്ന നമ്മൾ ചില സംഘടനകൾ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഉപദേശമൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ പൗലൂസാണ് ദൈവസഭയുടെ അപ്പോസ്തലൻ. പിതാവാം ദൈവത്താൽ യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവർ. ഗലാത്യർ 1:1. അപ്പോൾ പൗലൂസ് പറയുന്നതിനേക്കാൾ അപ്പുറം ഉപദേശം കയറി ആരും പറയണ്ട. അത് പറയാൻ ആരെയും ആക്കിയിട്ടില്ല. അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശം നമ്മൾ കേട്ടാൽ മതി, അവരെ പഠിപ്പിക്കാൻ നമ്മൾ പോകണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ചപ്പം തുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. പ്രവൃത്തി 2:42. ആ അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആര്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ചപ്പം തുറുക്കി പ്രാർത്ഥന കഴിച്ചു വരുന്നവർ. അതാ പുതിയ നിയമസഭയെ പഠിപ്പിക്കണം. അതാ സഭയുടെ പ്രമാണം. ലേഖനങ്ങളാണ് സഭയുടെ പ്രമാണം. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം. 2 Thessalonians 2:15. അവർ വാക്കിനാൽ തന്ന പ്രവൃത്തി, ലേഖനങ്ങളിൽ തന്ന റോമാലേഖനം മുതൽ യൂദർ ലേഖനം വരെ. വെളിപ്പാട് 1, 2, 3, 4-ാം അധ്യായം സഭ സ്വർഗത്തിലാണ്. അപ്പോൾ ഈ വചനങ്ങൾ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം സഭയെ. അല്ലാതെ സഭയുടെ ഉപദേശം ആകുന്നില്ല. നമ്മൾ വലിയ മലമറിക്കുന്ന ശിശുടെയൊക്കെ ചെയ്താലൊന്നും കർത്താവ് അതൊന്നും അംഗീകരിക്കത്തില്ല. കർത്താവ് പറഞ്ഞത് കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പം തിന്ന ശിഷ്യന്മാരനുസരിച്ചു. ഇന്നത്തെ ശിഷ്യന്മാരെ അനുസരിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ മറുതലിച്ചിരിക്കുക, അവരത് എതിർക്കുക. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, എൻ്റെ വാക്ക് കേൾക്കുന്നവൻ അയച്ചിൻ്റെ വാക്ക് കേൾക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞ വചനത്തെ തള്ളിക്കളഞ്ഞാൽ, അല്ല, അപ്പോസ്തലന്മാർ പറഞ്ഞ വാക്കിനെ തള്ളിക്കളഞ്ഞാൽ കർത്താവിനെ തള്ളിക്കളയുന്നു, പിതാവിനെ തള്ളിക്കളയുന്നു. പിന്നെ നമുക്ക് രക്ഷയില്ല പ്രിയമുള്ളവരെ. സുവിശേഷത്തിലെ ശക്തമായൊരു പ്രബോധനമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോട്ടെ. സ്തോത്രം. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. സ്തോത്രം, സ്തോത്രം. അടുത്ത 19-ാമത്തെ വാക്യം. 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു മൂപ്പൻ്റെ നേരെ അന്യായം എടുക്കരുത്. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കുക. അപ്പം ആ വാക്യവും നമ്മളൊന്നും ചെയ്യാറില്ല. ഹല്ലേലൂയ. അതൊക്കെ നമ്മൾ പണ്ടാണ്ട് പറഞ്ഞ പോലെ എല്ലാം മറന്നുപോയും തോന്നിപ്പോയും ചില സമയം. പാപം ചെയ്യുന്നവരെ
ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കാൻ ശാസിക്കുക. ഇതങ്ങനെ ശാസിച്ച് കഴിഞ്ഞാൽ പാസ്റ്ററിന്റെ വിക്കറ്റും കൊണ്ട് വിശ്വാസികൾ പോകും. മനസ്സിലായോ? കാരണം കാശുള്ള അച്ഛന്മാരാ പാസ്റ്റർ ഇരുത്തിയിരിക്കുന്ന സഭയിൽ. അവർ പറയുന്ന പാസ്റ്റർ പ്രസംഗിക്കുന്ന പോലും എനിക്ക് ഒത്തിരി പേരെ അറിയാം, ഒത്തിരി സഭകളെ അറിയാം. പ്രിയമുള്ളവർ, ഇതൊന്നും സഭയല്ല, ഇതൊക്കെ വെറും കൂട്ടങ്ങളാ. സഭയാകണമെങ്കിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ചപ്പം നുറുക്കി പ്രാർത്ഥനിച്ചു വരണം. ഞാനൊരു സഭയെ അവഹേളിക്കുകയല്ല. ഐ എം ടെല്ലിങ് ട്രൂത്ത്. ഞാൻ സത്യം വിളിച്ച് പറയുക ചെയ്യുന്നത്. സ്വത്രം 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 സ്വത്രം. അടുത്ത് അന്യന്മാരുടെ പാപങ്ങളെ 22-ാം വാക്യം, 1 തിമോഥെയോസ് 5:22. അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകരുത്, നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. സ്വത്രം. അന്യന്മാരുടെ പാപങ്ങളിൽ ആരും ഓഹരിക്കാരാകരുത്. സ്വത്രം. നമ്മളെ നിർമ്മലമായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ശുശ്രൂഷകന്മാർക്കുണ്ട്. ചില ശുശ്രൂഷകന്മാർ പാപം ചെയ്യുമ്പോൾ അവരുടെ പാപത്തിന് കൂട്ടുപിടിച്ച് ചില പാസ്റ്റർമാർ പോയി പ്രവർത്തിക്കും. എനിക്ക് നന്നായിട്ടറിയാം. ലോട്ടറി എടുക്കരുതെന്ന്, ലോട്ടറി എടുക്കാനൊന്നും ദൈവമൊക്കെ വ്യവസ്ഥയില്ല. ലോട്ടറി എടുത്ത് 1,00,000 രൂപ ലോട്ടറി എടുത്ത് ഒരാൾക്ക് 1,00,000 രൂപ അടിച്ചു ഒരു വിശ്വാസി. ലോട്ടറി എടുക്കാൻ നമുക്ക് പ്രമാണമില്ല. സ്തോത്രം. എന്നിട്ട് ആ വിശ്വാസി കൊണ്ടുവന്ന് 10,000 രൂപ പാസ്റ്ററിന് കൊണ്ടുപോയി കൊടുത്തു. 90,000 രൂപ താൻ ചെലവഴിച്ചു. ഇപ്പോൾ പാസ്റ്റർ തുമ്പും വെളിവില്ലാത്തൊരു പാസ്റ്ററാണ്. പുള്ളി എന്താ പറയുന്നറിയാമോ? കാരണം ലോട്ടറി എടുക്കാനുള്ള സന്ദേശമാണ് പാസ്റ്റർ ആ സാക്ഷ്യത്തിലൂടെ പറഞ്ഞത്. നമ്മുടെ ഇന്ന സഹോദരൻ ലോട്ടറി എടുത്തു, അദ്ദേഹം 1,00,000 രൂപ ലോട്ടറി അടിച്ചു, 10 രൂപ കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് പാസ്റ്റർ പറഞ്ഞതല്ല, എൻ്റെ ഭാവനയാണ്. നിങ്ങളെല്ലാവരും ലോട്ടറി എടുത്തിട്ട് അത് അടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ദശാംശം കൃത്യമായി എന്നെ ഏൽപ്പിക്കണം. പക്കാ ദ്രവ്യാഗ്രഹിയാ പാസ്റ്റർ. ദ്രവ്യാഗ്രഹം മൂത്ത് പോകുന്നൊരു പാസ്റ്ററാണത്. മനസ്സിലായോ? ഇന്ന് പാസ്റ്റർമാർ നല്ലൊരു ശതമാനം ദ്രവ്യാഗ്രഹികളാന്ന് പറഞ്ഞാൽ സത്യം സത്യം സത്യം. എന്താ പാസ്റ്റർ അങ്ങനെ പറയണത്? എൻ്റെ പ്രസംഗത്തിന് ഇത്ര കിട്ടണം, 25,000 വേണം, 30,000 വേണം, 40,000 വേണം, ഒരു ബിരുദം പറഞ്ഞ് എനിക്ക് 50 തരണം. ഇതൊക്കെ എവിടുത്തെ രീതികളാ? ഈ വ്യവസ്ഥയൊക്കെ എവിടെ നിന്ന് വന്നു സഹോദരങ്ങളെ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അപ്പോസ്തലന്മാർക്ക് കൊടുത്ത ആ ഉപദേശം, അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ച ആ ഉപദേശം നമ്മൾ പഠിക്കുകയും നമ്മൾ അനുസരിക്കുകയും സഭയെ പഠിപ്പിക്കുകയും സഭയിലെ വിശ്വാസികളെ അനുസരിപ്പിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥനയോടെ അത് അവരെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതവർ പഠിച്ച് നല്ല കറതീർന്ന വിശ്വാസികളായി ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് വളർച്ച പ്രാപിച്ച് കർത്താവിൻ്റെ ഉള്ളിൽ പോകാനായിട്ട് അവർ ഒരുങ്ങും. ഇല്ലെങ്കിൽ ഒരു ഒറ്റയെണ്ണം സ്വർഗത്ത് പോകാൻ കാണത്തില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ഇവിടെ കിടക്കുമല്ല. അവർക്ക് വേണ്ടി ഒരു ശക്തമായ പ്രബോധനം കൂടി ഞാൻ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോണേ, വേറൊരു ക്രിസ്തു അവർക്ക് വേണ്ടി വരുന്നുണ്ട്, ഈ കൈവിടപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടി. ആ വേറൊരു ക്രിസ്തു, മറ്റൊരു ക്രിസ്തു, മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്. അവൻ്റെ ജീവിതം കട്ടപ്പൊഹ, സ്വാഹ. അതുകൊണ്ട് സ്തോത്രം, ഈ ക്രിസ്തുവിൻ്റെ പ്രമാണം സഭയെ പഠിപ്പിക്കുക, അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയെ പഠിപ്പിക്കുക. ഞാൻ കണ്ടത് കേട്ടത് തൊട്ടത് നോക്കിയത് സഭയെ പഠിപ്പിക്കുക. അവർക്ക് കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമായിരുന്നു. നമുക്കും കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും ആയിരിക്കണം. പാസ്റ്റർമാരൊക്കെ ഉള്ളതൊക്കെ നല്ലതാ, അവരെ ആ നിലയിൽ വേണം നമ്മൾ കാണാൻ. അവർ പാസ്റ്റർമാരാ, അവർ ബലഹീനരാ, എപ്പോൾ വേണമെങ്കിലും തെറ്റിപ്പോകാം. അവരെ എടുത്ത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിർത്തരുത്. നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അടപടലം തെറ്റും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. സ്തോത്രം. അടുത്തതായിട്ട് 1 തിമോഥെയോസ് 5:24 വാക്യം വായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുൻപേ തന്നെ വെളിവായിരിക്കുന്നു, ചിലരുടെ പാപങ്ങളോ ക്രമേണയത്രേ. സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു, വെളിവാകാത്ത ഒന്നും മറഞ്ഞിരിക്കയില്ല. ഇത് പാസ്റ്റർമാർ ഗ്രഹിക്കണം, വിശ്വാസികളെയും പഠിപ്പിക്കണം. സ്തോത്രം. ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പ് തന്നെ വെളിവായിരിക്കുന്നു, ചിലരുടെ പാപങ്ങളോ ക്രമേണയത്രേ. സൽപ്രവൃത്തികളോ അങ്ങനെ തന്നെ വെളിവാകുന്നു, വെളിവാകാത്ത ഒന്നും മറിഞ്ഞിരിക്കുന്നു. സൽപ്രവൃത്തിയും വെളിപ്പെടും, പാപവും വെളിപ്പെടും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയലാകലും അത് അക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ
പ്രിയ ദൈവമക്കളെ, ഈ സോപ്പ് സൂപ്പ് സാൽവേഷനൊക്കെ അങ്ങോട്ട് നിർത്തണം. ലഘു ചികിത്സ നിർത്തണം. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ പരാജയമാണ് ലഘു ചികിത്സ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ഞാൻ നിങ്ങളെ അത് പല പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ഈ ലഘു ചികിത്സ അവർ ചെയ്ത നിമിത്തം സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസികൾക്ക് വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടാൻ കഴിയാതെ പോയി. സ്തോത്രം. യിരെമ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗിരികളാകുന്നു, പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു, സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. അവർ ചെയ്ത പാപത്തെ അവർക്ക് ബോധ്യം വരുത്തി, ആ പാപത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് നടത്തി, അവരെ ശുദ്ധീകരണത്തിലേക്ക് നടത്തി, ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് മടങ്ങി വരാനുള്ള അവസരം പാസ്റ്റർമാരുടെ വചന പ്രഘോഷണത്തിലൂടെയാണ് കിട്ടേണ്ടത്. അത് കിട്ടുന്നില്ല. അതുകൊണ്ട് പാപികളായി വിശ്വാസികൾ സഭയിൽ കഴിയുക. അവർക്കാണ് തിരുവത്താഴമൊക്കെ മുറിച്ചു കൊടുക്കുന്നത്. അവരെ കൊണ്ടാണ് സുവിശേഷ പ്രവർത്തനത്തിന് പോകുന്നത്. അടിപടലം നമ്മൾ തെറ്റിക്കിടക്കുക. ഞാൻ കുറ്റം പറയുകയില്ല, സത്യം പറയുക. 25 വർഷം ഞാൻ അങ്ങനെ കിടന്നവനാ. എനിക്കൊരു പ്രസ്ഥാനമായിട്ട് ബന്ധമില്ല. എനിക്ക് ബന്ധം വാഴ്ത്തപ്പെട്ട കർത്താവും പിതാവാം ദൈവവും പുത്രനാം ദൈവമായിട്ടുള്ള ബന്ധം എനിക്കുള്ളൂ. അപ്പോസ്തലന്മാരുടെ ബന്ധം അങ്ങനെയായിരുന്നു. പിതാവിനോടും പുത്രനോടുമായിരുന്നു. നമുക്കത് തന്നെ ആയിരിക്കണം. പാസ്റ്റർമാരൊക്കെ നല്ലത്, അവരുടെ അടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കരുത്. അവർ പറയുന്നതെല്ലാം ശരിയായിരിക്കണമെന്നില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം അവരുടെ ഉപദേശങ്ങളെ ഉരച്ചു നോക്കി ശരിയും തെറ്റും പകുതിച്ചെടുത്തോണം. ഇല്ലെങ്കിൽ ആടി വളരെ നമ്മൾ തെറ്റിപ്പോവും. അതുപോലെ യാതനാ സ്ഥലത്ത് പോകുന്ന വീട് കിടന്നിട്ട് അയ്യോ ഞാൻ ഇവിടെയാണ് വന്നതെന്ന് ചോദിച്ചിട്ടൊന്നും ഒരു അർത്ഥമില്ല, പറഞ്ഞുള്ള ഒരു പ്രയോജനമില്ല. തിരുത്താനുള്ള സമയമാണ്. ഇപ്പോഴാണ് സുപ്രസാദകാലം. ഇതാകുന്നു രക്ഷാദിവസം. നമ്മൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടനുസരിച്ച് കൂട്ടായ്മ വിരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വരണം. ആ ഉപദേശപ്രകാരം നമ്മുടെ കുടുംബജീവിതം, സഭാജീവിതം, സമൂഹ ജീവിതം ചിട്ടപ്പെടുത്തണം. അതാ ഒരു എപ്പിസോഡ് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പ്രസംഗിക്കാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ പ്രസംഗിച്ചത്. 2 തിമോഥെയോസിലേക്ക് ഞാൻ പോകുന്നില്ല. അത് പോയാൽ ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. ഹല്ലേലൂയ. അടുത്ത പ്രധാനമായിട്ടുള്ള 1 തിമോഥെയോസിൻ്റെ ലേഖനം 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. അത് പറഞ്ഞങ്ങ് പോവുക വായിച്ച്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും പ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുശംസയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്ന് വെളിവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. 1 തിമോഥെയോസ് 6:3-4-5. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അന്യഥാ ഉപദേശവും അത് ഇവിടെ ഉണ്ട്. ഈ 2 പ്രമാണത്തെക്കുറിച്ച് ഇവിടെ ഈ വാക്യം നമുക്ക് പഠനം തരുന്നു. നമ്മൾ ഏത് ഉപദേശത്തിലാണ് നിൽക്കുന്നത്? പഥ്യോപദേശത്തിലാണോ അതോ അന്യതോപദേശത്തിലാണോ? റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും ഈ പ്രയോഗമുണ്ട്. ഇതുപോലൊരു പ്രയോഗം അവിടെ കിടപ്പുണ്ട്. അത് നിങ്ങളെ തിരിയപ്പെടുത്താൻ കർത്താവ് ശരണപ്പെടുന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം കർത്താവിൻ്റെ പ്രമാണം. ഞാനോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യോഹന്നാൻ 6:63. കണ്ടോ എത്ര ക്ലിയറായി വന്നത്? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ മരണത്തിൻ്റെ പ്രമാണം, കൊല്ലുന്ന പ്രമാണം, ഇരുട്ടിൻ്റെ പ്രമാണം, ന്യായപ്രമാണം. ദാവീദ് സൗലിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ കേട്ടല്ലോ. നമുക്കിത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ ആഴത്തിൽ ഗ്രഹിച്ച് മുമ്പോട്ട് പോകണം. ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വേഗത്തിൽ പറഞ്ഞു നിർത്തുകയാണ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥാ ഉപദേശിക്കുന്നവൻ. അപ്പോൾ അന്യഥാ ഉപദേശിക്കുന്നവൻ എന്താ? ഒന്നും തിരിച്ചറിവില്ല അവർക്ക്. തർക്കത്തിൻ്റെ വാഗ്വാദത്തിൻ്റെ പ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുക. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുശംസയം, ദുർബുദ്ധികൾ സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം
എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായസൂത്രമെന്ന് വിചാരിക്കുന്നു. കൺവെൻഷൻ നടക്കുമ്പോൾ അടി നടക്കുന്ന കണ്ടിട്ടില്ലേ? തമ്മിൽ അടി നടക്കുന്ന കണ്ടിട്ടില്ലേ? പന്തലുകാരനും 3 ലക്ഷം രൂപ കൊടുക്കാനുള്ളതും പറഞ്ഞ് അവൻ സോഷ്യൽ മീഡിയയിലെടുത്ത് മെസ്സേജ് ഇട്ടു. ഇന്ന സ്ഥലത്ത് കൺവെൻഷൻ നടന്നിട്ട് ഞാൻ പ്രസ്ഥാനവും പേരും ഒന്നും പറയുന്നില്ല. നാറ്റ കേസാക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. മനസ്സിലായോ സഹോദരങ്ങളെ, പാസ്റ്റർമാരെ, വിശ്വാസികളെ, സഹോദരങ്ങളെ? ഒരു കൺവെൻഷൻ നടന്നു കഴിയുമ്പോൾ അതിൻ്റെ കാശ് കൃത്യമായിട്ട് കൊടുക്കണ്ടേ? അത് അടിച്ചു മാറ്റിയിട്ട് ഇതൊക്കെ ഞെളിഞ്ഞു കിടക്കുക. അവൻ കൊണ്ടുപോയി പല്ലട കുത്തി മുളപ്പിക്കുന്ന പോലെ കംപ്ലീറ്റ് പെന്തക്കോസ്ത് സമൂഹത്തെ നാറ്റിപ്പിച്ചിട്ടാണ് പോയത് അവർ. ഒരു കൺവെൻഷൻ നടത്തിയ പന്തലിൻ്റെ കാശ് കയറാത്തവർ അത് മേടിച്ചങ്ങ് വിഴുങ്ങുക. വിധവയുടെ വീട് വിഴുങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ പണം അങ്ങ് വിഴുങ്ങി. അത് 1, 2, 3 ലക്ഷം രൂപ വിഴുങ്ങി. ഇതൊക്കെ കമ്മിറ്റി മെമ്പർമാരും കൗൺസിൽ മെമ്പർമാരിട്ടിരുന്ന് വിലസുക. മേൽ തൊട്ട് അടി വരെ ഒരു ശുദ്ധീകരണം ഇല്ലെങ്കിൽ നരകക്കുഴിയിൽ കിടന്ന് അഴിയെണ്ണേണ്ടി വരുമെന്ന് ഒരു എളിയ കർത്താവിൻ്റെ ദാസൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യത്തിലേക്ക് വരിക. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു താനും. സ്തോത്രം. അപ്പോൾ അലംഭാവത്തോടു കൂടിയുള്ള ദൈവഭക്തി, ശരിയായ പ്രോപ്പർ ചാനലിലൂടെയുള്ള ഉപദേശം പഠിച്ചനുസരിച്ച് ജീവിച്ച് സ്തോത്രം ശുശ്രൂഷ ചെയ്യാതെ പോയാൽ ആദായ സൂത്രമായിരിക്കും. പിന്നെ അതല്ലേ 15 ഗൾഫുകാരുള്ള ഒരു സഭ എനിക്ക് തരണം എന്ന് പറഞ്ഞ് പ്രധാന പാസ്റ്ററുടെയൊക്കെ കൊണ്ടുവന്ന് 1 ലക്ഷം രൂപ കോട കൊടുക്കുക. പാസ് അടിച്ച് ആ പോക്കറ്റിൽ ഇട്ടിട്ട് 10ഉം 15ഉം പേരുള്ള വിദേശ വിശ്വാസികളുള്ള സഭയെ പാസ്റ്ററായിട്ട് ഇദ്ദേഹത്തെ അപ്പോയിൻമെൻ്റ് ചെയ്യുക, കോഴ മേടിച്ച്. ഈ പൊളിറ്റിക്സിൽ MLA മാരും ജനപ്രതിനിധികളും കോഴ മേടിച്ച് ഗവൺമെൻറ് ജോലി മേടിച്ച് കൊടുക്കുന്ന പോലെ മന്ത്രിമാരും ഒക്കെ ഉണ്ട്. എനിക്കറിയാം, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒത്തിരി പേരത് ചെയ്യുന്നുണ്ട്. നമ്മുടെ പൊളിറ്റിക്സിൽ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. മഹാപാപമാണത്. ഇവിടെ അത് ചെയ്യുന്നുണ്ട്. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം തോന്നിയില്ല. പറഞ്ഞ ആൾ വിശ്വസനായതുകൊണ്ട് ഞാനത് വിശ്വസിച്ചത്. എന്തെല്ലാം തരികിടകൾ നമ്മുടെ ആത്മീയ കോളത്ത് നടക്കുന്നുണ്ട്, എന്തെല്ലാം അക്രമങ്ങൾ, അനീതികൾ നമ്മുടെ ആത്മീയ കോളത്ത് നടക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലെ ലീഡേഴ്സ് അത് ചെയ്താൽ അവർ പ്രമാണമില്ലാത്തവരാണ്, അവർ ഭക്തന്മാരല്ല, അവർ വിശ്വാസികളല്ല, അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ലെന്ന് നമുക്ക് പറയാം. എന്നാൽ നമ്മളോ, ഒരു സഭയുടെ തലപ്പത്തിരിക്കുന്നവരോ, എന്താ ദൈവമക്കളെ ഇത്? അതല്ലേ ബാലൻ സാറ് പറഞ്ഞത്, അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിച്ചാൽ ഇങ്ങനെയുള്ള കൊള്ളരുതായ്മകളൊന്നും സഭയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഗിരിപ്രഭാഷണം പഠിപ്പിച്ചാൽ ഈ വക തെറ്റുകളൊന്നും സഭയിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം കൂലംകുഷമായി പഠിപ്പിച്ചാൽ ഈ കൊള്ളരുതായ്മകൾ വിശ്വാസികൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. സങ്കീർത്തനം പാടിക്കൊണ്ടിരുന്ന ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ചെയ്യും. അതിൻ്റെ പ്രാർത്ഥന നമ്മൾ കേട്ടല്ലോ. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ, സമയം വളരെ മുൻപോട്ട് പോയി. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടുകൂടിയുള്ള ദൈവഭക്തി വലിയ ആദായമാകുന്നു താനും. ഇഹലോകത്തിലേക്കൊന്നും നാം കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ നല്ലത്. ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ജോബിൻ്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യം ഉണ്ടെന്ന് അവൻ്റെ ഓർമ്മ. നഗ്നനായിട്ട് ഞാൻ വന്നു, നഗ്നനായി തന്നെ പോകുന്നു. അത് പാട്ടായിട്ട് വന്നിട്ടുണ്ട്. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ, ലോകത്തിൽ എനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടൊന്നു പോരുവാ. അപ്പോൾ ലോകത്തിൽ ഒന്നുമില്ല കൊണ്ടുപോകാൻ. പക്ഷെ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം നമ്മൾ ആഴത്തിൽ പഠിച്ചാൽ അവൻ്റെ പ്രവൃത്തി അവനെ പിന്തുടരുന്നു. എന്തോ നമ്മളൊന്നും കൊണ്ടുപോകണ്ട, നമ്മുടെ പുറകെ നമ്മുടെ പ്രവൃത്തി വരും. അത് നന്മയ്ക്കായിട്ട് തിന്മയ്ക്കായിട്ട്. നല്ല പ്രവൃത്തി ചെയ്താൽ നന്മയ്ക്കായിട്ട് വരും, തിന്മ ചെയ്താൽ തിന്മയ്ക്കായിട്ട് വരും. നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികളും തിന്മപ്രവൃത്തികളും ദൈവം നമ്മളെ കാണിക്കും, വെളിപ്പെടുത്തി തരും. ഇത് മറന്നു പോകരുത്. ദൈവ ഭയത്തോടെ ദൈവത്തെ സേവിക്കണം.
ഹല്ലേലൂയ. അടുത്ത് 8-ാം വാക്യം, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. നമ്മളെല്ലാവരും അത് വിചാരിച്ചോളാം. അധികം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അധികം വന്ന അനീതിയുള്ള മാമോനാണ് നിന്റെ കട പറിച്ചു കളയും സാത്താനതോടെ. ഹല്ലേലൂയ. നമുക്കറിയാം, ദാവീദ് പറഞ്ഞു, ഞാൻ എളിയവനും ദരിദ്രനുമാകും. സോളമൻ അങ്ങനെ പറയാൻ പറ്റുമോ? സമ്പന്നതയുടെ മടിത്തട്ടി കിടന്ന അവസാനം 300-700 അച്ചിമാരെ എടുത്ത് ഈ സാത്താൻ്റെ സന്തതികൾ സേവിക്കുന്ന ദൈവത്തെ, ആ വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി അവൻ്റെയും ചീട്ട് കീറി തമ്പുരാൻ കൈ കൊടുത്തു. എത്ര വേദനാജനകം, എത്ര സങ്കടകരം, എത്ര ശോചനീയം, എത്ര ഭീഭത്സം. ഞാനിങ്ങനെയുള്ള പദങ്ങളൊക്കെ പറയാറുണ്ട്. ഒരു ഭക്തനായിട്ട് ജീവിച്ചിട്ട് അവസാനം ദൈവം പിഴുതെറിഞ്ഞ് ദൂരെ കളയുന്നതിനേക്കാൾ നല്ലത് ഭക്തനായി ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറെ സുഖിച്ച് ജീവിച്ചോ, ഇഷ്ടം പോലെ സുഖിക്കാമെങ്കിൽ സുഖിച്ചങ്ങ് ജീവിച്ചോ എന്ന് അറിയത്തിൽ പോവല്ലേ. അതുകൊണ്ട് പണ്ട് ഒരു പാസ് പറഞ്ഞതാ, അത് നേരെ ജീവിക്കുന്നവർ ജീവിച്ച് അക്കരെ പോകാനൊരിക്കോ, അല്ലാതെ തരികിട കാണിക്കുന്നവർ ലോകത്തിൻ്റെ എല്ലാം മ്ലേച്ഛതയിലേക്ക് ഇറങ്ങിക്കോ. സുഖിച്ച് ഈ ലോകത്തിൻ്റെ സുഖമെങ്കിലും നിങ്ങൾക്ക് കിട്ടട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഗതികെട്ട അവസ്ഥ നമുക്ക് വരരുത്. ഉണ്മാനുടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യ സംഘാതനാശങ്ങളിൽ മുങ്ങിപ്പോകാനുള്ളവരെന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കിടയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. കണ്ടോ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹു ദുഃഖങ്ങൾക്കധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടെ. ഹോ, എത്ര ദുഃഖകരം പ്രിയമുള്ളവരെ. സ്വത്രം അത് വിട്ടോടിയിട്ട് എന്ത് ചെയ്യണം? വാക്യം ഒന്നുകൂടി വായിക്കാൻ താല്പര്യമുണ്ട്. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷ, കെണി, അതിൽ കുടുങ്ങി സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ചക്രം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യമായി പറയുന്നേ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് കൂട്ടിവെക്കും തോറും ആർത്തി കൂടും കൂട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഒന്നുമില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. സ്വത്രം. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അതിനെതിരായി തീർന്നു. ബഹുദുഃഖങ്ങൾക്ക് അതിനെതിരായി തീർന്നിരിക്കുന്നു. ബഹുദുഃഖങ്ങൾക്ക് അതിനെതിരായി തീർന്നു. ഇന്ന് പാസ്റ്റർമാർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ക്രിസ്തു നിമിത്തം അല്ല കേട്ടോ. ഒരു ചെറിയ ശേഷിപ്പ് കൊണ്ട് ക്രിസ്തു നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവരെ പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക, പല കാര്യത്തിൽ ഇടപെടുന്നതിനായിട്ട് കഷ്ടം അനുഭവിക്കാനില്ല, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി ഒന്നും ആലോചിക്കരുത്. ആ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയാണ് വേണ്ടത്. വേണമെങ്കിൽ അതൊന്ന് വായിച്ചു കളയാം. അത് ഈ സമയത്തത് വായിക്കാനുള്ള സന്ദർഭമാണ്. കഷ്ടതകൾക്ക് 2 മുഖം കൊടുക്കുന്നു പത്രോസ്. 1 പത്രോസ് 4:12 മുതൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനകൾ അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അപ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളുണ്ട്, നമ്മുടെ അലസന്നക്കേടുകൊണ്ടുള്ള കഷ്ടതകളുണ്ട്. അവനെ നിങ്ങൾ അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനുള്ളവരും. എങ്ങനെ? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നവർക്ക്. ക്രിസ്തുവിൻ്റെ നാമഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടുമല്ല കഷ്ടം സഹിക്കേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഇന്ന് പെന്തക്കോസ്തുകാർ കഷ്ടം അനുഭവിക്കുന്നത് എന്തിനാ? കൂടുതലും ക്രിസ്ത്യാനിയായിട്ടല്ല, കള്ളനോ കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കുന്നത്. കൊലപാതകനാരാ? സഹോദരൻ വഹിക്കുന്നവൻ. കള്ളനാരാ? കർത്താവിൻ്റെ വചനം കേട്ടിട്ട് അനുസരിക്കാതെ ജീവിക്കുന്നു, കള്ളനാകുന്നു. ഹല്ലേലൂയ. ആ ക്രൂശിലെ കള്ളനാ അനുഗ്രഹിക്കപ്പെട്ട കള്ളൻ. സ്തോത്രം. ആയുസ് മുഴുവൻ കട്ട് മുടിച്ച് അദ്ദേഹത്തെക്കുറിച്ചൊരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് വലിയ സന്തോഷം തരുന്നത് അത് കേൾക്കുമ്പോൾ.
ഒരായുസ് മുഴുവൻ കള്ളനായിട്ട് കട്ട് പിടിച്ച് അവസാനം ക്രൂശിൽ കിടന്നുകൊണ്ട് സ്വർഗരാജ്യവും കട്ടെടുത്തവൻ. ഓ, വാട്ട് എ വണ്ടർഫുൾ തിങ്. സ്വത്രം. എത്ര മനോഹരമായ ഒരു അവസ്ഥയാണ് പ്രിയ ദൈവമക്കളെ. അവനവൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. സ്വത്രം. കൂട്ടുസഹോദരനെ ക്രൂശിൽ കിടന്നുകൊണ്ട് ശാസിക്കുന്നു. നമ്മോ സമശിക്ഷാവിധിയിലായിട്ട് ഇതൊക്കെ അനുഭവിക്കുന്നു. നാം ചെയ്ത പ്രവൃത്തിക്കനുസരിച്ചല്ലേ നാം അനുഭവിക്കുന്നത്. ഇവന് വരുതാത്തതൊന്നും ചെയ്തിട്ടില്ലല്ലോ. കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണേ. ക്രൂശിൽ കിടന്നുള്ളൊരൊറ്റ പ്രാർത്ഥന. ഇന്ന് നീ എന്നോടുകൂടി പരദേശിലിരിക്കുമെന്ന് നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു. നമ്മുടെ തെറ്റുകളെ മൂടി വയ്ക്കാതെ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ ദൈവമക്കൾ, ദൈവദാസന്മാർ സന്നദ്ധരാകണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ശക്തമായിട്ട് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അപ്പോൾ കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. ഒന്നുകൂടിയുണ്ട്, പരകാര്യത്തിൽ ഇടപെടുന്നതുമായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നല്ല ചിക്കരുത്. ഒരാൾക്കൊരു അത്യാവശ്യം വന്നൊരു സഹോദരന്, ഒരു അന്യ സുവിശേഷം കേട്ടിങ്ങനെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഇച്ചിരി കാശൊക്കെ ഉള്ള ആളാണ്. അയാളുടെ അടുത്ത് പോയൊരു സഹോദരൻ കുറച്ച് കാശ് മേടിച്ച് വേറൊരു കഷ്ടത്തിലൊരിക്കൽ സഹോദരനെ സഹായിച്ചു. പരകാര്യത്തിൽ ഇടപെടുക. ഈ കാശ് കൊടുത്ത സഹോദരന് ഈ സഹോദരനോട് ചോദിച്ചു, പാസ്റ്റേ, എനിക്ക് സഹോദര കാശ് എനിക്ക് വേണം. ഈ പുള്ളി കൊടുത്ത ആളത്ത് പോയി ചോദിച്ചു, പുള്ളിക്ക് വലിയ സാമ്പത്തികം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പരകാര്യത്തിൽ കഷ്ടപ്പെടുക. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക. സ്വന്തം. ഇതൊക്കെ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കഷ്ടത നമ്മൾ പേറേണ്ടി വരും. ഇനി കൊടുത്തിട്ട് കിട്ടിയില്ലെങ്കിലോ മിണ്ടാതിരുന്നോണം സ്വോത്രം ചെയ്തുകൊണ്ട്. പിന്നെ അതിനെതിരെ കോടതി കയറാനും കേസുണ്ടാക്കാനൊന്നും പോകരുത്. പെന്തക്കോസ്തുകാർ പോകുന്നുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. കേസ് കൊടുത്ത് ജയിലിലാക്കിയ ചരിത്രം വരെയുണ്ട്. അവരെല്ലാം വായിച്ചു പഠിച്ചുകൊള്ളുക. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം. ദൂതന്മാരെ വിധിക്കുവാൻ, ലോകത്തെ വിധിക്കുവാൻ ദൈവമാക്കി വെച്ച നിങ്ങൾ സഹോദരനെതിരെ കോടതിയിൽ പോയി കേസ് പറയുമ്പോൾ സ്വത്രം നിങ്ങൾ അന്യായം ചെയ്യുന്നു. അന്യായം ചെയ്തവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് സ്വത്രം ആ അധ്യായത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ഞാൻ പോട്ടെ, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് വരിക. അപ്പോൾ സ്വത്രം, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടിടുന്ന് ബഹുദുഃഖങ്ങൾക്ക് അതിനായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനാളത് വിട്ടോടി എന്ത് ചെയ്യണം? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. ഈ നിഷ്കളങ്കരും നിരപവാദനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെ സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഒരു കമാൻഡർ ആജ്ഞാപിക്കുന്നത് പോലെ കൽപ്പന ഇടുക. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ എഴുതുന്ന ദൈവത്തിൻ്റെ കൽപ്പന 1 കൊരിന്ത്യർ 14:37. അതറിയുന്നില്ലെങ്കിലും അവൻ അറിയാതിരിക്കട്ടെ എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. സ്വത്രം. അത് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു പ്രയോഗം പോലെയാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ പോലെയാണ്. സ്വത്രം. ചെവിയില്ലേ? എല്ലാവർക്കും ചെവിയുണ്ട്. മനസ്സ് വെച്ച് കേൾക്കണമെന്ന് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഇനി അടുത്തതിൻ്റെ 17 വാക്യങ്ങൾ വായിച്ച് ഞാനങ്ങ് നിർത്തുക. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമല്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നശീലരായി ചിലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുന്നവരുമായി തീരേണ്ടത്. സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളാനും ആജ്ഞാപിക്കുക. സ്തോത്രം. സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക. സ്തോത്രം, സ്തോത്രം. സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക. പ്രിയ ദൈവമക്കളെ, എന്താ ഈ സാക്ഷാലുള്ള ജീവൻ? നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക. അത് ആ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നതിലൂടെയാണ് നിത്യജീവനിലേക്കുള്ള പ്രവേശിക്കുന്നത്. പ്രമാണം വിട്ട പോയി. പ്രമാണം പഠിപ്പിക്കാത്ത സഭകളുടെ കാര്യം പറയാനുണ്ടോ? ശുശ്രൂഷന്മാരുടെ കാര്യം പറയാനുണ്ടോ? അത് കേൾക്കാത്ത വിശ്വാസികളുടെ കാര്യം പറയാനുണ്ടോ?
ഈ ശാസ്ത്രിമാരോടും പരീശന്മാരോടും അവർ ഉപദേശം പഠിപ്പിക്കുന്നില്ല. അവർ ന്യായപ്രമാണം വായിച്ച് പഠിക്കേണ്ടവർ. അവരോട് കർത്താവ് എന്താ പറഞ്ഞത്? നീ ന്യായപ്രമാണത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു? അപ്പോൾ അവർ വായിച്ച് പഠിക്കുന്നവരാ. മറ്റു മനുഷ്യരോട് കർത്താവ് എന്താ പറഞ്ഞത്? നീ എങ്ങനെ കേൾക്കുന്നു? ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പഠിച്ച് പഠിപ്പിക്കേണ്ടവരെ അത് ചെയ്യുന്നില്ല. മത്തായി 23 മുഴുവൻ അതാ. കടലും കരയും കടന്നൊരുത്തനെ മതത്തിൽ ചേർത്തിട്ട് ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കി തീർക്കുക. ഇന്നും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി വെച്ചിരിക്കുക. സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക. 1 തിമോഥെയോസ് 6:12 വിശ്വാസത്തിൽ നല്ലപോലെ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. 19 വാക്യത്തിൽ സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിനെ, സാക്ഷാലുള്ള ജീവൻ, നിത്യജീവൻ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണത്തെ മുറുകെ പിടിച്ച് അവസാന ശ്വാസം വരെയും ജീവിക്കണം. പ്രമാണം വിട്ടുകളഞ്ഞ മരുഭൂമി പട്ടുപോയ ഇസ്രായേൽ മക്കളെ പോലെയാവും. അവിടെ ശവങ്ങൾ മരുഭൂമി വീണുപോയി. അവർ പട്ടുപോയി. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ഓ മൈ ഗോഡ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. സ്തോത്രം. അവസാനമായിട്ട് പൗലോസ് തിമോഥെയോസിനോട് 1 ലേഖനത്തിൻ്റെ അവസാനം പറയുന്നത്, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന വേജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വിലാപങ്ങളെയും വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. പത്യവചനം പത്യോപദേശം പ്രസംഗിക്കേണ്ടതിന് പകരം ഈ ലോകത്തിൻ്റെ ജ്ഞാനം പ്രസംഗിച്ചാൽ വിശ്വാസം വിട്ട് തെറ്റിപ്പോകുമെന്ന് തിമോഥെയോസിനോട് പറഞ്ഞിരിക്കുക. ഞാൻ കൈകൂപ്പി പറയുന്നു, ശുശ്രൂഷകന്മാർ എല്ലാവരും 5 വിധ ശുശ്രൂഷന്മാർ 4ആയിട്ടും 5ആയിട്ടും പഠിപ്പിക്കുന്നുണ്ടാവും. ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചില സുവിശേഷന്മാർ, ഇടയന്മാരായി, ഉപദേശകന്മാരായി, ദൈവം നിയമിച്ച ശുശ്രൂഷകന്മാർ ഈ 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തോസ്, ഫിലിമോൻ ലേഖനങ്ങൾ വായിച്ച് പഠിച്ചുകൊള്ളണം. അതിൽ നിന്ന് പ്രബോധനം ഉൾക്കൊള്ളണം. വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം വായിച്ച് പഠിക്കണം. വാക്കിനാൽ തന്ന പ്രവൃത്തിയും ലേഖനത്തിനുള്ളിൽ തന്നത് റോമാലേഖനം മുതൽ യൂദർ ലേഖനം വരെ, അല്ലെങ്കിൽ വെളിപ്പാട് 1, 2, 3 അധ്യായം വരെ, 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ്. ഇത് നന്നായി വായിച്ച് പഠിച്ച് സഭയെ ഉപദേശിച്ച് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തി ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് എന്ന അവസ്ഥ പ്രകാരം അങ്ങനെ നിർത്തുവാൻ ശുശ്രൂഷകന്മാർ ജാഗരൂകരായിരിക്കുക, ജാഗ്രതയുള്ളവരായിരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.